എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബിരിയാണി എഗ്ഗ് ബിരിയാണി വെക്കുന്ന ഇതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഇന്നലെ ഏട്ടൻ കൊണ്ടുവന്ന പച്ചമുന്തിരിയാണ്. അത് ഞാൻ 1 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് അതിലെ വെള്ളമൊക്കെ വലിയിപ്പിച്ച് ഇനി അതൊരു പാത്രത്തിലേക്ക് ആക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അതിന് ശേഷം തുടങ്ങാം ഉച്ചത്തെ പരിപാടി എന്ന് വിചാരിച്ചു. അവിടെയൊക്കെ ഒന്ന് വൃത്തിയായി തുടച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ ഉച്ചയ്ക്കുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എഗ്ഗ് ബിരിയാണി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചോറും കറിയും ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അമ്മയും വീട്ടിലുണ്ട്. അപ്പോൾ അതിലൊരു മുട്ട നോക്കിയുമ്പോൾ ആകെ സ്ക്രാച്ച് വീണിട്ട് അതിന് എടുത്ത് അതിലിടാൻ പറ്റില്ല, പുഴുങ്ങാൻ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതങ്ങോട്ട് മാറ്റി വെച്ചു. ബാക്കിയുള്ള 5 മുട്ടയും പുഴുങ്ങാൻ വെച്ചു കേട്ടോ. പിന്നെ രാവിലെ കൊണ്ടുവന്ന പാല് ചായ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി തിളപ്പിക്കാൻ വെച്ചിരുന്നു. അപ്പോൾ അതും അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ കുളി ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എന്നും ഉച്ചയ്ക്ക് കിച്ചണിലേക്ക് കയറുള്ളൂ കേട്ടോ. നീട്ടോടിനെ കുളിക്കാറൊന്നുമില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ കുളിയൊക്കെ ചെയ്യുക. അപ്പോൾ പതിവ് പോലെ തന്നെ ഇന്നും കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് കയറി ഉച്ചയ്ക്കുള്ളതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. ഇത് ജീരകശാല റൈസാണ്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിട്ട് അത് കഴുകി ഒരു 20 മിനിറ്റൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മുട്ട ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ഇന്ന് ഞാൻ അതാണ് വെച്ചത്. അപ്പോൾ അതൊരു റെസിപ്പി ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ പച്ചമുളക് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഞാൻ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് അടിച്ച് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളകൊക്കെ പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഞാൻ ഈ ബിരിയാണിയിലല്ല, ഒരു ബിരിയാണിയിലും വറുത്തിടാറില്ല. എന്താ വെച്ചാൽ അത് ആരും കഴിക്കില്ല. അത് ആ സമയമാകുമ്പോൾ കഴിക്കാൻ കിട്ടുമ്പോൾ അതിങ്ങോട്ട് പറക്കി മാറ്റി വെക്കുക ചെയ്യുക. പിന്നെ ആ സാധനം എന്തിനാണ് വേസ്റ്റ് ആക്കുന്നത്? അതുപോലെ ഷെയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ എടുക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും എഗ്ഗ് ബിരിയാണി ആണെങ്കിലും ചിക്കൻ ബിരിയാണി ആണെങ്കിലും വെക്കുമ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും വറുത്തിടില്ല കേട്ടോ. ബാക്കിയെല്ലാം ചെയ്യും, അത് ഞാൻ ചെയ്യാറില്ല. ആ ഭാഗം ഞാൻ ഒഴിവാക്കി ചെയ്യാറും. പിന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ 4 ഗ്ലാസ് വെള്ളം വേണം. അതിൽ വെള്ളത്തിനേക്കാൾ മുന്നിട്ട് ഉപ്പ് കുറച്ച് നിൽക്കണം എന്നും അറിയാം. പിന്നെ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കി വെക്കുന്ന നെയ്യാണ്, അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിൽ കുറച്ച് നെയ്യിട്ട് കൊടുത്തിട്ട് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഞാൻ ആ നെയ്യ് കുറച്ച് അതിൽ ചേർത്ത് കൊടുത്തിട്ട് അരി അതിലിട്ടു. പിന്നെ ചോറായി വന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇളക്കി നോക്കും കേട്ടോ. അതിൻ്റെ ഗ്യാസിൻ്റെ അടുത്തുനിന്ന് ഞാൻ മാറി നിന്നിട്ട് തന്നെ ഇല്ല, ആ അരി വേഗം ആവുമല്ലോ. പിന്നെ അധികം വെന്ത് പോയാൽ പിന്നെ പശ പോലെ ആവില്ല. അപ്പോൾ പിന്നെ ആകെ ബിരിയാണി കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ഞാൻ അത് അരിയുടെ അടുത്ത് തന്നെ നിന്നിട്ട് അതങ്ങനെ ശരിയാക്കി എടുത്തു. അതിന് ശേഷം ഞാൻ സവാള വഴറ്റുമ്പോഴും കുറച്ച് നെയ്യും ബാക്കി എണ്ണയാണ് ഇട്ട് കൊടുത്തത്. ഞാനൊരു 5 സവാളയാണ് ഇട്ടെടുത്തത്. 5 വലിയ സവാളയാണ് എടുത്തത്. അപ്പോൾ അതിന് ശേഷം പിന്നെ തക്കാളി ഒരു 2.5 തക്കാളി ഉപയോഗിച്ചിട്ടുണ്ട്. അതും അരിഞ്ഞ് ഇടുകയാണ്. അപ്പോൾ എന്നും ഈ ചോറും കറിയും വെക്കുന്നതൊക്കെ എളുപ്പമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ മോളുടെ അന്ന് ഉച്ചയ്ക്കുള്ളൊരു പരിപാടി ഉണ്ട്. മോൾക്ക് പരീക്ഷ മോഡൽ നടക്കുക കാരണം കൊണ്ട് രക്ഷിതാക്കൾ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഇവിടെ അടുത്ത് തന്നെ വാമനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വിദ്യാർത്ഥി ഹരിതസേനയുടെ ഒരു സ്കോളർഷിപ്പും അതിൻ്റെ പ്രശസ്തി പത്രവും കിട്ടും. MP രാജേഷ് അവരൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് 3 മണിക്ക് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ രക്ഷിതാക്കളോട് ചെല്ലാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ഏട്ടൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വരും. അപ്പോൾ ഏട്ടൻ വന്നിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ആ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞാനും ഏട്ടനും കൂടിയിട്ടാണ് പോകുന്നത്. മോളാണ് പോകേണ്ടത്, അവൾക്ക് എക്സാം ആയതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇന്നത്തെ ഞങ്ങൾ ഉച്ചത്തെ വിശേഷങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാം ആയി വന്നതിൻ്റെ ശേഷം ഉള്ളിയും തക്കാളിയും ആയി വന്നതിൻ്റെ ശേഷം ഞാനൊരു 1.5 സ്പൂണ് മല്ലിപ്പൊടിയും 1/4 സ്പൂണ് കുരുമുളക് പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടി ഇട്ടു. നന്നായിട്ട് മിക്സാക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിൻ്റെ ശേഷം ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്തു കേട്ടോ.
അതൊന്നും ഇങ്ങനെ കുഴമ്പ് പരുവത്തിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നാക്കി വഴറ്റി വന്നിട്ടാണ് ഞാൻ മുട്ടയൊക്കെ തോട് പൊളിച്ചിട്ട് അതിങ്ങനെ ഒന്ന് വരഞ്ഞിട്ട് അതിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ. ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നിങ്ങനെ എടുത്തു. പിന്നെ ഞാൻ ചോറ് അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യണതിൻ്റെ മുന്നേ തന്നെ ഞാൻ അതിലത്തെ മുട്ടയൊക്കെ എടുത്ത് മാറ്റിയിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ മുട്ട ഉണ്ടാന്ന് വിചാരിച്ചിട്ട്. ഇത് മുട്ടയല്ല കേട്ടോ, ഇത് ഞാൻ ചോറ് ഇങ്ങനെ കയ്യിലുകൊണ്ട് കോരി എടുത്തപ്പോൾ അതിൽ ഇങ്ങനെ ഉണ്ടയിട്ട് ഇങ്ങനെ വന്നതാണ്. ചോറ് അധികം വെന്തിട്ടല്ല കേട്ടോ അങ്ങനെ ഉണ്ടയിട്ട് വന്നത്, അതതിൻ്റെ ഷേപ്പിൽ അങ്ങനെ വന്നു എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ മല്ലിയില അരിഞ്ഞു വെച്ചതും ഇടയ്ക്കിടയ്ക്ക് തൂവി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഇനി കൊള്ളില്ല എന്നായി കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു വലിയ ചീനച്ചട്ടി ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അതെടുത്ത് വന്നിട്ട് അതിൽ ഞാൻ നെയ്യൊഴിച്ചിട്ട് ഒന്നും കൂടി ആദ്യം മുതൽ ഒന്നും കൂടി മിക്സാക്കി ആ ചീനച്ചട്ടിയിലത്തൊക്കെ ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് ഞാൻ ഒന്നും കൂടി മിക്സാക്കി എടുത്തു. ഇതാകുമ്പോൾ നമുക്ക് സൗകര്യം പോലെ ഇളക്കാം, മറ്റേതിൽ ഇനി ഇളക്കുമ്പോൾ ഒക്കെ പുറത്ത് പോവുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ചീനച്ചട്ടി മാറ്റാമെന്ന്. അങ്ങനെ എല്ലാം മിക്സാക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ അതിലേക്കുള്ള 5 മുട്ടയും ഞാൻ അതിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ചില്ലെങ്കിൽ മുട്ട ഉടയുമോ എന്നൊരു പേടി കാരണമാണ് ഞാൻ അതിൽ ഒട്ടപ്പെട്ടിട്ട് മിക്സ് ചെയ്യാത്ത കേട്ടോ. പിന്നെ ഏത് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലും എഗ്ഗാണെങ്കിലും ചിക്കനാണെങ്കിലും ഞാൻ ഇതേപോലെ ഒരു വാഴൻ്റെ ഇല വെട്ടിക്കൊണ്ട് വന്ന് അതൊന്ന് വാട്ടിയിട്ട് ഞാൻ ഈ ബിരിയാണിയുടെ മുകളിൽ വയ്ക്കും. എന്നിട്ടാണ് അതൊരു അടപ്പ് വെച്ചിട്ട് അടയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാൻ എടുക്കുന്ന നേരത്തെ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു മണം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതെന്നും ചെയ്യും. പിന്നെ അമ്മ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ കച്ചമ്പറ് ഉണ്ടാക്കുന്നത്. എനിക്കും മോൾക്കും കച്ചമ്പറൊന്നും ഇഷ്ടമില്ല. ഞങ്ങൾ നാരങ്ങ അച്ചാറാണ് എടുക്കുക കേട്ടോ. പപ്പടം ഇല്ലാതെ പിന്നെ ഒന്നും ഇവിടെ നടക്കില്ല. അപ്പോൾ അമ്മയ്ക്കും ഏട്ടനും ഒന്ന് ഉച്ചയ്ക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും ഏട്ടനും കച്ചമ്പറ് അത് അമ്മയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഉച്ചയായപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. അമ്മയ്ക്ക് കച്ചമ്പറും പപ്പടവും, എനിക്ക് പിന്നെ നാരങ്ങ അച്ചാറും പപ്പടവും മുട്ട ബിരിയാണിയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചത്തെ ഭക്ഷണം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ, നിങ്ങളും പോയി ഭക്ഷണം കഴിക്കൂ. നിങ്ങൾക്ക് ഇന്ന് എന്തായിരുന്നു